ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് എനിക്ക് പറയണ്ട്, അങ്ങനെ എനിക്ക് ആ മെസ്സേജും കാര്യങ്ങളും, ആ ട്രാൻസാക്ഷന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം എനിക്ക് പറയണ്ട്, അഞ്ജലി ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് ശ്യാം പൈസ ട്രാൻസ്ഫർ ചെയ്തതിന്റെ മെസ്സേജസ് ആയത് എന്ന് പറയാണ്. വലിയ വലിയ എമൗണ്ടുകളാണ് പല സമയങ്ങളിലാക്കി ട്രാൻസ്ഫർ ആക്കിയേക്കണത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതിലെ ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ്. പക്ഷെ ഇപ്പോഴും അശ്വിൻ സാറിനെ ഇയാൾ തടവിലാക്കിയിട്ട് ഇത്ര ദിവസമായിട്ട് പോലും ഇയാളുടെ ആവശ്യം എന്താണെന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല. എനിക്ക് അതാണ് മനസ്സിലാവാത്തത് എന്ന് ശ്രുതി പറയുമ്പോൾ എനിക്ക് പറയണ്ട്, അതെ, അത് തന്നെയാ മനസ്സിലാക്കാൻ പറ്റത്. ഇത്ര ദിവസമായിട്ട് അശ്വിൻ ബ്രോ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അതായത് അതുപോലെ തന്നെ ഗുണ്ടകൾക്കൊന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് സാധനങ്ങൾ, അതായത് എന്തിനും പണമോ കാര്യങ്ങളോ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇയാളെ ശരിക്കുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്ന് രണ്ടുപേരും ഇങ്ങനെ തല പുകച്ചിങ്ങനെ ആലോചിക്കാട്ടോ. ശ്രുതി പറയുന്നുണ്ട്, ഈ പൈസ എടുത്ത മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാ മെസ്സേജും ഉണ്ട്. പക്ഷെ ഈ പൈസ എടുത്തിട്ട് ഇയാൾ ആരുടെ ഫോണിലേക്കാണ്, ആരുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടേന്നുള്ള ഡീറ്റെയിൽസ് ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ എനിക്ക് പറയണ്ട്, മിക്കവാറും അതൊക്കെ അയാൾ സേഫ് ആയിട്ട് വല്ല ഫോൾഡറിൽ നീക്കിയിട്ടുണ്ടാകും കമ്പ്യൂട്ടറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ, അങ്ങനെ ലാപ്ടോപ്പിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ലാപ്ടോപ്പ് ഫുള്ള് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ എനിക്ക് ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരിക്കൽ കൂടി ആ ലാപ്ടോപ്പ് ഫുള്ളായിട്ട് പരിശോധിക്കണം. അതെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാകുമെന്ന് പറയണം. അയാളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാകും, അത് നമുക്ക് കൈക്കലാക്കിയിരിക്കണമെന്ന് എനിക്ക് പറയണം. അങ്ങനെയാണ് ശ്രുതി നാളെ ആ മാല നമ്മുടെ ശ്യാമിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. ശ്യാമാണെങ്കിൽ സ്വർണത്തിന്റെ മാല ഊരിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദിയിൽ സ്വർണത്തിന്റെ മാല ഊരിയിട്ട് അവിടെ വെക്കുന്നില്ല. ആ മാല ശ്രുതിയാണ് ഊരിയിട്ട് അതിലേക്ക് ലോക്കറ്റ് എടുത്തിടണം കേട്ടോ. അപ്പൊ ഇതില് ശ്യാം മാല ഊരി വെക്കുമ്പോഴേക്കും ശ്രുതി വേഗമായിട്ട് ആ മാലയില് ആ ഒരു ലോക്കറ്റ് ഇടില്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഒറിജിനൽ ലോക്കറ്റ് എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ആ സ്വർണ്ണമാലയിലേക്ക് കോർത്തിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാണ്. ശേഷമാണ് ആ ലോക്കറ്റ് ശ്രുതിയുടെ കടിച്ച് പറിച്ചൊക്കെ നോക്കണ്ട. ലോക്കറ്റിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് ശ്രുതിക്കും എനിക്കേക്കും അറിയാം. ആ ലോക്കറ്റ് ശ്യാം പൊന്നുപോലെ നോക്കുന്ന ഒരു ലോക്കറ്റാണ്. അപ്പൊ ശ്യാം ഇത്രമാത്രം കെയറിങ് ആ ലോക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലോക്കറ്റിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കും ശ്രുതിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് അവർ ആ ലോക്കറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കണം. അപ്പൊ ശ്രുതിയാണെങ്കിൽ അത് കടിച്ചു പറിക്കുന്നുണ്ട്, വലിച്ചു പൊട്ടിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും അതിലൊന്നും തന്നെ ശ്രുതിക്ക് കാണാൻ സാധിക്കുന്നില്ല. ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ. ശ്രുതി എനിക്കടുത്ത് പറയണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ലോക്കറ്റ് സംഘടിപ്പിച്ചിട്ട് ഇതിലൊരു സാധനമില്ല എനിക്ക് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ആ ലോക്കറ്റ് നിലത്തെറിഞ്ഞിങ്ങനെ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് കളയുമ്പോഴാണ് അതിന്ന് ആ ലോക്കറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാണ്. അപ്പൊ അതാണ് പെൺഡ്രൈവ് ആട്ടോ. അപ്പൊ എനിക്ക് പറയേണ്ടത്, ഇത് പെൺഡ്രൈവ് ആണ് ശ്രുതിക്കുട്ടി. അപ്പൊ അയാളുടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രേഖകളൊക്കെ ഈ പെൺഡ്രൈവിലാക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവാന്ന് പറയാണ്. അങ്ങനെ അവർ ആ പെൺഡ്രൈവ് നോക്കി എടുത്തിട്ട് ലാപ്ടോപ്പിലേക്ക് കുത്തി നോക്കുമ്പോഴാണ് എനിക്കും ശ്രുതിയും ആ മഹാസത്യം മനസ്സിലാക്കണത്. ശ്യാമിന്റെ ഉദ്ദേശം അശ്വിന്റെ പണം, അതായത് അശ്വിന്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടലല്ല, അശ്വിന്റെ എല്ലാ സ്വത്തുക്കളും, അതായത് അശ്വിന്റെ എന്നല്ല, കുടുംബപരമായിട്ടുള്ള എല്ലാ സ്വത്തുക്കളും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ശ്യാമിന് അവകാശപ്പെട്ടു, ശ്യാമിന് കൊടുത്തു എന്നുള്ള രേഖകളാണ് അത് പെൺഡ്രൈവിലുള്ള രേഖകളിലേക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ശ്യാം ഒരു പണമൊന്നും ആവശ്യപ്പെടുന്നത്. കാരണം ആ രേഖകളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ കോടതി പോവാനും അതിങ്ങനെ സാങ്ഷൻ നമുക്ക് കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് അശ്വിനി എത്രയോ സമയം മിണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അശ്വിനി ഒരു മൂലക്ക് മാറ്റിയിരുത്തിയേക്കണം. അതുപോലെ തന്നെ അശ്വിൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെ ഈ ഹോട്ടലിൽ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ലിപ്പ് കിട്ടിയില്ല അശ്വിന്. അപ്പൊ ആ ഹോട്ടലിലെ നമ്പറും ഹോട്ടൽ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഹോട്ടലിലെ റെസിപ്റ്റിലുണ്ട്. പക്ഷെ ആ ഹോട്ടലിന് അടുത്താണ് അശ്വിൻ എന്നുള്ളത് അശ്വിൻ എങ്ങനെയൊക്കെ ശ്രുതിനെ അറിയിക്കണമല്ലോ. അപ്പോഴാണ് ഈ ഷാമി ഗുണ്ടന്റെ അടുത്ത് പറയുന്നത്, ഒരു വലിയ പെട്ടി വാങ്ങിച്ചിട്ട് ആ പെട്ടിയിൽ താൻ പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓരോരുത്തർ കാണുന്ന രീതിയിൽ വലിയൊരു ബോക്സ് തയ്യാറാക്കണമെന്ന് പറയാണ്. അതായത് അശ്വിൻ പുറം നാട്ടിൽ നിന്ന് അയച്ചു എന്ന രീതിയിലേക്ക് ഒരു ബോക്സ് തയ്യാറാക്കാനൊന്ന്. അപ്പൊ ഈ ഗുണ്ട വലിയൊരു ബോക്സ് എടുക്കാട്ടോ, വലിയ നീളത്തിലൊരു ബോക്സ്. അതിൽ മനോരമക്ക് പെർഫ്യൂം, നമ്മുടെ മുത്തശ്ശിക്ക് സാരി, അഞ്ജലിക്ക് സാരി, ശ്രുതിക്ക് സാരി, അങ്ങനെ എല്ലാവർക്കുള്ള ഗിഫ്റ്റുകൾ, ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളെല്ലാം തന്നെ ആ പെട്ടിയിൽ നിറച്ചു വെക്കാണ്. എന്നിട്ട് ആ ഗുണ്ട അതിന്റെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പേന കാണില്ല. കാരണം പേന ഇങ്ങനെ എഴുതണമല്ലോ. പേന കാണാതാവുമ്പോഴേക്കും അയാൾ പേന തപ്പാൻ പോകുമ്പോഴേക്കും അശ്വിനിയെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഈ പെട്ടി വീട്ടിലേക്കുള്ള പെട്ടിയാണ്. ഈ പെട്ടിയിലുള്ളിൽ ഈ പേപ്പർ ഇടാണെങ്കിൽ ശ്രുതിക്ക് ചിലപ്പോൾ ഒരു ഹിന്റ് ആവും, അവൾ കാണുകയാണെങ്കിൽ അവൾക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ഈ പേപ്പർ ഞാൻ ഇട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാവണം. അതെങ്ങനെ മനസ്സിലാക്കും? വെറുതെ ഒരു പേപ്പർ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഒപ്പിക്കാം, ഈ പേപ്പറിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും പക്ഷെ ശ്രുതിക്ക് മനസ്സിലാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വാചകം എഴുതണം. അത് താൻ എഴുതാൻ ശ്രുതിക്ക് മനസ്സിലാവും വേണം. അങ്ങനെ അശ്വിൻ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ആ പേപ്പറിന്റെ പുറകിൽ കപ്പലണ്ടി മിഠായി എന്ന് എഴുതി വെച്ചേക്കുന്നത്. കാരണം ശ്രുതി അശ്വിനെ ദേഷ്യം വരുമ്പോൾ കടല മിഠായി എന്ന് വിളിക്കാറുണ്ടല്ലോ. അപ്പൊ അതാണ് അശ്വിൻ ആ പേപ്പറിന്റെ പുറകിൽ എഴുതി വെക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ആ പേപ്പർ, അതായത് ആ ബോക്സ് അതിനു ശേഷം
ഗുണ്ട ഇങ്ങനെ അശ്വിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവണത്. എല്ലാവർക്കും അശ്വിൻ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെട്ടി തുറന്ന് നോക്കാണ്. പെട്ടി തുറന്ന് നോക്കുമ്പോഴേക്കും ശ്രുതിക്ക് അത് അപ്പൊ കാണുന്നില്ല കേട്ടോ. അതിനുശേഷം ആ പെട്ടി അവിടെ നിന്നെടുത്ത് മാറ്റുമ്പോഴാണ് ഈ പേപ്പർ കഷ്ണം നിലത്തേക്ക് വീഴുന്നത്. നിലത്തേക്ക് വീഴുമ്പോഴാണ് ശ്രുതി പൊട്ടി കരഞ്ഞു പോവാട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കണ്ടേ, അപ്പൊ എന്താ ശ്രുതി ചോദിക്കുമ്പോ, ഇത് കണ്ടിട്ട് അശ്വിൻ സാർ എഴുതിയതാണെന്ന് പറയാണ്. അത് നിനക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോ, കടലമിഠായിക്ക് എഴുതിയേക്കണ കണ്ടില്ലേ, ആ കടലമിഠായി, അതിനിപ്പോ എന്താ കാര്യം, ഞാൻ അശ്വിൻ സാറിനെ കടലമിഠായി എന്നാണ് വിളിക്കാറെന്ന് പറയുമ്പോ, ഓ അപ്പൊ ഈ ഹോട്ടലിനടുത്ത് എവിടെയാണ് അശ്വിൻ ബ്രോ ഉള്ളത് എന്ന് എനിക്ക് പറയാണ്. അങ്ങനെ ശ്രുതി ആ പേപ്പർ കഷ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുവാട്ടോ. ശ്രുതിയാണെങ്കിൽ എല്ലാം മറന്ന് ആ പേപ്പർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ശ്യാം അത് കാണത്തില്ലട്ടോ പേപ്പർ. അങ്ങനെ ശ്രുതിനെ ശ്യാം കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. ശ്രുതി ശരിക്കും ശ്യാമിനടുത്തുള്ള ആ ഒരു അഭിനയം ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നിർത്തുവാട്ടോ. കാരണം വെച്ചാൽ ശ്രുതിക്ക് ആവശ്യമുള്ളതൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി സച്ചിനെ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് ശ്രുതിക്ക് വേണ്ടത്. സച്ചിയാണെങ്കിൽ അശ്വിൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൂടുതലായി. പാവം സച്ചി. അങ്ങനെ സച്ചിക്ക് ഈ ശ്രുതി ഈ പേപ്പറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. സച്ചി പറയുന്നുണ്ട്, മതി ശ്രുതി, ഇത്ര മതി, ഇനി അശ്വിനെ നമുക്ക് കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഇത്ര നാളെ കണ്ടുപിടിക്കാൻ പറ്റത്തന്നെ കാരണം അശ്വിന്റെ കയ്യിൽ മൊബൈലില്ല, ഈ ഗുണ്ടകളുടെ നമ്പറാണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, പിന്നെ പോലീസിന്റെ സഹായം നമുക്കില്ലല്ലോ. അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറഞ്ഞ ആ അഡ്രസ്സില്ല, ആ ഒരു ഹോട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ആ ഹോട്ടലിന് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അരിച്ചു പേർക്കുമ്പോഴാണ് അശ്വിൻ എവിടെയാന്നുള്ള സത്യം സച്ചിക്ക് മനസ്സിലാവണം കേട്ടോ. അവിടെയാണെങ്കിൽ ഒത്തിരി ഗുണ്ടകൾ ഉണ്ടാവും കേട്ടോ. സച്ചി കഷ്ടപ്പെട്ട് ആ ഗുണ്ടകളെയൊക്കെ അടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം സച്ചിയാണെങ്കിൽ അശ്വിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അശ്വിനെ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സച്ചി ഇങ്ങനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അശ്വിനും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അശ്വിനും സച്ചിയും കൂടി പരസ്പരം കൈ കൊടുക്കാണ്. പെട്ടെന്ന് തന്നെ സച്ചിനെ അശ്വിൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയണം. അങ്ങനെ സച്ചിയും അശ്വിനും കൂടി പിന്നെ രണ്ടുപേരും ഒരുമിച്ചാണ് ഗുണ്ടകൾ അടിക്കണത്. അപ്പൊ സച്ചിക്ക് മനസ്സിലായി അശ്വിന് ആ ഗുണ്ടകൾക്ക് ഭയങ്കര ദേഷ്യമാണെന്ന്. സച്ചി പറയുന്നുണ്ട്, സാറേ സാറിന് ഭയങ്കര ദേഷ്യമില്ലേ, ഇവര് സാറിന് ഒരുപാട് ഉപദ്രവിച്ചല്ലേ, അടിച്ചു പൊട്ടിക്ക് സാറേ അവരുടെ തലമണ്ട എന്ന് പറയാണ്. അങ്ങനെ സച്ചിയുടെ കൈ പിടിച്ച് അശ്വിന് ഒരൊറ്റ ചവിട്ട് ഗുണ്ടകളെ തലയിൽ കൊടുക്കാട്ടോ. ചാടി പിടച്ച് ഓടിയൊക്കെയാണ് സച്ചിയും അതുപോലെ തന്നെ അശ്വിനും കൂടി ഗുണ്ടകളെയൊക്കെ ചതച്ച് മലർത്തുന്നത്. ശേഷം സച്ചി നമ്മുടെ അശ്വിനെ കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ശ്യാമിന്റെ ഗൂഢാലോചന അതോടുകൂടി തന്നെ തീരുവാണ്. എന്തായാലും അടുത്ത ആഴ്ച ഈ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നാളത്തെ പ്രൊമോയിൽ ഇത്ര പെൺഡ്രൈവ് കണ്ടുപിടിക്കുന്ന ആ ഭാഗം മാത്രമേ നാളത്തെ പ്രൊമോയിലുള്ളൂ കേട്ടോ. പിന്നെ ലാപ്ടോപ്പിന്റെ ആ ഒരു പാസ്വേഡ് പിന്നെ അവർക്ക് കിട്ടില്ല. പിന്നെ പാസ്വേഡ് തപ്പണ ദിവസമായിരിക്കും, 2 ദിവസം പിന്നെ പാസ്വേഡിന് വേണ്ടി പുറകെയിലായിരിക്കും. പിന്നെ പാസ്വേഡ് കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പേപ്പർ ആ ബോക്സ് ഒക്കെ വരുന്നത് അപ്പോഴാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.